ഇന്ന് നമ്മൾ നമ്മുടെ മൂത്ത താത്താക്കും മക്കൾക്കും മെഹന്തിക്കും വെഡിങ്ങിനും ഇടാനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പരാഗിലോട്ടാട്ടോ പോകുന്നത്. അവിടെ ചെന്നപ്പോ തന്നെ നമ്മുടെ മക്കള് എല്ലാ അലമും കാണിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞാനും തസ്നിയും ഈ രണ്ട് മെറ്റീരിയൽ ആയിരുന്നു ഞങ്ങൾക്ക് മെഹന്തി ഡേക്ക് ഇടാനായിട്ട് പർച്ചേസ് ചെയ്തത്. അതിന്റെ തന്നെ വേറൊരു കളറാട്ടോ മൂത്ത ഇത്താത്താക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ മൂത്ത ഇത്താത്താക്ക് ലീവ് സാങ്ഷൻ ആയി വരാൻ കുറച്ച് ടൈമായി. മാരേജിന് ഒരു 7 days മുന്നെയാണ് മൂത്ത ഇത്താത്ത ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് ഒറ്റയുടെ തന്നെ മൂത്ത ഇത്താത്തയുടെ കല്യാണത്തിനുള്ളതും മെഹന്തിക്കുള്ളതും റിസപ്ഷനുള്ള എല്ലാ ഡ്രസ്സിന്റെ മെറ്റീരിയൽ നമ്മൾ സെറ്റ് ചെയ്യുമായിരുന്നു. തലേദിവസം ഞങ്ങൾ എല്ലാവരും ഷെറാറ ആണ് ചൂസ് ചെയ്തത്. എന്നാൽ പിറ്റേ ദിവസം മൂത്ത ഇത്താത്ത മാത്രം സ്കേർട്ടും ടോപ്പുമായിട്ട് മാറിട്ടോ. നമ്മുടെ വീട്ടിലെ 2 മക്കളെ ഒരുമിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവർ കൈയടക്കും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആയിട്ട് വീട്ടിലെ മക്കളെയും കൊണ്ട് ഒന്ന് ഔട്ടിങ് പോയതാണ് ഗൈസ്. ഡ്രസ്സിന്റെ മെറ്റീരിയൽ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. പരാഗിന്ന് ഇറങ്ങി നമ്മൾ ഡയറക്റ്റ് പോയത് നമ്മുടെ ജലീലണച്ചിയുടെ കടയിൽ ഷേക്ക് കുടിക്കാനാട്ടോ. ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമുക്ക് നൈസായിട്ട് ഒരു പണി കിട്ടി. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ച കവർ കീറിയതായിരുന്നു. നമ്മൾ ഷേക്ക് കുടിക്കാനായിട്ട് ഷോപ്പിൽ കൊണ്ട് വണ്ടി നിർത്തിയപ്പോഴത്തേക്കിന് സൈഡിൽ തൂക്കിയിട്ട കവറിൽ നിന്ന് എല്ലാ മെറ്റീരിയലും ദേ റോഡിൽ കിടക്കുന്നു. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറകെ പോയി ഓരോന്ന് പിറക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇനി എവിടുന്ന് എപ്പോൾ സാധനം വാങ്ങിച്ചാലും കവറ് കീറിയതാണോന്ന് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമെന്ന്. നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണേ.